ഏതൊരു കർഷകനും കാപ്പി കൃഷിയിൽ വമ്പൻ വിജയമുള്ളൊരു സംഭവമാണ് ഈ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ചെടികളെ മാറ്റിയെടുത്താൽ അവർക്ക് ഈ തൈ വെച്ചാലിനെക്കാട്ടിയും 4 ഇരട്ടി കാപ്പിയാണ് ഈ കാപ്പിയിൽ വരുന്നത്. ഇത് ഏകദേശം 70 മണി മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. കുരുമുളകാണ് തിരി വരുന്നേ ഉള്ളൂ. അപ്പോൾ കാപ്പിയും കുരുമുളകും ഒക്കെ ഒരുമിച്ച് നമുക്ക് ചെയ്യാം. പെപ്കോഫ്ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാപ്പി കൃഷിയെക്കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞൊരു 4 മാസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാപ്പി പൂത്തിരിക്കുന്ന സമയത്ത് ഒരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് അവിടെ കാപ്പി മണികളെല്ലാം പിടിച്ച് ഇലകളൊക്കെ തിക്കൻസ് ആയിട്ട് ആ തോട്ടം തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കും നല്ല മാറ്റമാണ് ഈ ഒരു കാപ്പി ചെടികൾക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രൂണിങ് ഇല്ലാത്ത കൃഷി രീതിയാണ്. അതായത് കവാത്ത് നമ്മൾ കൊടുക്കുന്നില്ല. അതുപോലെ ഗ്രാഫ്റ്റിംഗ് മെത്തേഡാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാ ചെടികളിലും ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാപ്പിത്തോട്ടത്തെ ഈ ഒരു രീതിയിൽ മികച്ചതാക്കി മാറ്റിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പി തൈകൾ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. അതായത് ഇന്ത്യയിലും അതുപോലെ കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് ഈ കാപ്പി തൈകൾ കിട്ടില്ല. കാരണം നമ്മളിവിടെ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത കാപ്പി തൈകളാണിത്. അതായത് HRC എന്ന് പറയുന്ന തൈകളാണ് നമ്മൾ കൂടുതലായിട്ടും സെയിൽ ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഗ്രാഫ്റ്റിംഗ് ആണ്. ഗ്രാഫ്റ്റിങ്ങിൽ 2 വർഷം മുതൽ 4 വർഷമായിട്ടുള്ള കാപ്പി ചെടികൾ ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മളൊരു തൈ ചെടി വെക്കുകയാണെങ്കിൽ 2 വർഷം കൊണ്ടോ 4 വർഷം കൊണ്ടോ ഒന്നും ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ തോട്ടത്തെ മാറ്റാൻ കഴിയില്ല. അതുപോലെ തന്നെ ഒരു കാപ്പി ചെടിയിൽ നിന്നും നമ്മൾ തൈ ചെടികൾ വെച്ചാൽ ഉണ്ടാവുന്നതിനേക്കാൾ 4 ഇരട്ടി വിളവാണ് നമുക്ക് ലഭിക്കുന്നത്. 22 വെറൈറ്റി കാപ്പികൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അതിൽ എല്ലാം നല്ല വെയിറ്റുള്ള ഇനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ്റ്റിംഗ് മുഹമ്മദ് അലി വയനാട് ജില്ലയിലെ എല്ലാ സ്ഥലത്തും ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നാലും അതിൻ്റെയൊക്കെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്തായാലും വീഡിയോ കണ്ടു തിരിച്ചു വരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോ കണ്ടുവരാം. എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഇവിടെ ഇപ്പോൾ കാപ്പി കൃഷിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മളൊരു വീഡിയോയിൽ ഇതിൻ്റെ പൂത്ത സമയത്തായിരുന്നു നമ്മൾ ഈ കാപ്പീൻ്റെ വീഡിയോസ് കിട്ടിയത്. ഇപ്പോൾ ഇത് കാപ്പി അരിമ്പായി വരുന്നുണ്ട്. അപ്പോൾ ഏതൊരു കർഷകനും കാപ്പി കൃഷിയിൽ വമ്പൻ വിജയമുള്ളൊരു സംഭവമാണ് ഈ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ചെടികളെ മാറ്റിയെടുത്താൽ അവർക്കുള്ള സാധാ കാപ്പി തൈ വെച്ചാലിനെക്കാട്ടിയും 4 ഇരട്ടി കാപ്പിയാണ് ഈ കാപ്പിയിൽ വരുന്നത്. ഇത് നമ്മൾ തന്നെ കണ്ടെത്തിയ 22 വെറൈറ്റി കാപ്പിയുണ്ട്. പക്ഷേ എല്ലാം ഒരേ വെയിറ്റ് തന്നെയാണ് വരുന്നത്. സൂപ്പർ കാപ്പികളാണ്. പിന്നെ ഇതിന് നമ്മൾ കവാത്തിൻ്റെ പരിപാടിയില്ല. അതാണ് ഇതിങ്ങനെ കാണുന്നത്. ഇത് കണ്ടോ, ഇതിങ്ങനെ കാണാം. ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ ചപ്പ് മാത്രമേ കാണുന്നുള്ളൂ. കാപ്പി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു വർഷമായി 2 വർഷം ആകുമ്പോഴത്തേന് ഈ രൂപത്തിലാണ് കാപ്പി വരിക. ഈ രൂപത്തിലാണ് നമുക്ക് കാപ്പി കാണുക. ഈ രൂപത്തിലിങ്ങനെ 2 വർഷം കൊണ്ട് ഇത്രയും വലുപ്പമാവും ഗ്രാഫ്റ്റ് ചെയ്താൽ. ഈ ചെടികൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചപ്പാണ് കാണുക. ഇത് 2 വർഷമായ കാപ്പി ചെടികളാണ്. അത് ആരും വിശ്വസിക്കൂല. കാരണം തൈ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇത്രയും വലുപ്പം വരില്ല. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ്. ഇത് 2 വർഷമായ കാപ്പിയാണ്. ഇതിൽ ഏകദേശം നമുക്ക് 2-ാം വർഷം തന്നെ 20-25 കിലോ കാപ്പി വരെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഈ ചെടീൻ്റെ പ്രത്യേകത ഇത് HRC എന്ന് പറഞ്ഞ കാപ്പിയാണ്. ഈ HRC ചോദിച്ചിട്ട് കോഫി ബോർഡിൽ എല്ലാവരും പോകുന്നുണ്ട്. ഈ HRC അവിടെ കിട്ടില്ല. ഇത് നമ്മൾ കണ്ടെത്തിയൊരു കാപ്പിയാണ്. ഇതിപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയാൽ ചപ്പ് മാത്രമേ കാണുന്നുള്ളൂ. ഇതിലുള്ള കാപ്പി എന്താണെന്ന് ഇതാ. എത്ര ചെറിയ കൊമ്പുകളാണെങ്കിലും അതിൽ വരുന്ന കാപ്പികളാണ്. ഇതിന് നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വലിപ്പം അറിയുള്ളൂ. വലിപ്പം പഴുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വലിപ്പം അറിയുള്ളൂ. എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഇതിൽ കാപ്പികളാണ്. ഇതാ, ഇത് അരിമ്പായിട്ടേ ഉള്ളൂ. ശരിക്കും ഈ ഒരു ചെടിയിൽ നിന്ന് ഏകദേശം നമുക്ക് വരുന്ന കാപ്പി വരികയാണെങ്കിൽ ഏകദേശം 1 കിൻഡൽ കാപ്പിയാണ് ഇതിൽ നിന്ന് വരിക. ഇത് 4-ാം വർഷമാണ്. 4-ാം വർഷമുള്ള ചെടിയാണിത്. നേരത്തെ കാണിച്ചത് നമ്മളവിടെ 2 വർഷമായി. ഇത് 4-ാം വർഷമുള്ള ഒരു ചെടിയാണ്. മരമൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടാണോ ഗ്രാഫ്റ്റ് ചെയ്തത്? എങ്ങനെ ചെയ്തത്? അങ്ങനെ അല്ല, ഇത് തോട്ടത്തിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്താണ്. മരം മുറിക്കാതെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പുറം മരം മുറിച്ചിട്ടും ചെയ്തിട്ടുണ്ട്. ഇത് 4 വർഷമായതാണ്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ചെറിയൊരു കമ്പച്ചുള്ളി വന്നാലും മതി, ചെറിയൊരു ചുള്ളിക്കമ്പ് വന്നാലും മതി. ഈ കാപ്പി ആയിട്ടില്ല, വലുപ്പമായിട്ടില്ല. ഏത് ചുള്ളിക്കൊമ്പിലും ഇതിന് കാപ്പിയാണ്. ഇത് കണ്ടില്ല, നിങ്ങൾ ഇവിടെ ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന 4 ഭാഗത്തേക്കും ആയിട്ട് വിടുന്നു. അപ്പോൾ ഇതിൻ്റെ ഏകദേശം അവിടെ നിന്ന് ഇത് ഇത്രയും ദൂരം 5 മീറ്ററോളം, 5 അല്ല 6 മീറ്റർ, 5-5.5-6 മീറ്ററോളമാണ് നമ്മൾ
ഗ്രാഫ്റ്റ് ചെയ്ത ഒരു ചെടി സൈഡിലേക്ക് വരുന്നത്. ഇത് നമുക്ക് ഇരുന്ന് പറിക്കാൻ പാകത്തിനാണ് ഈ കാപ്പി. ഇതെല്ലാം ഫുള്ള് കാപ്പിയുണ്ട്. ഇവിടം കൊണ്ട് തുടങ്ങും കാപ്പി. ഇതാ ഇത് നമ്മൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നുള്ളി കൊടുക്കും ചെയ്യും. ഇതിനെ നമുക്ക് 4 ഭാഗത്തേക്ക് കൊണ്ടുപോവാണ്. 4 ഭാഗത്തേക്ക് ഇതിനെ കൊണ്ടുപോവാണ്. അതിങ്ങനെ ഇതിങ്ങനെ മുറിച്ചിട്ടാണോ നമ്മളിങ്ങനെ 4 ഭാഗത്തേക്ക്? അല്ലല്ല, ഇത് അവനിങ്ങനെ ചെരിച്ച് വരും. കാപ്പി ആകുമ്പോൾ ചെരിയുമ്പോൾ ആ ചെരിഞ്ഞ വശം കൊണ്ട് നമുക്ക് ഇത്രയും റക്കുകൾ വരികയാണ്. ഇങ്ങനെ റക്കുകൾ. ഇപ്പോൾ അത് കണ്ടില്ല, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഇതാ ഇതിന്റെ തുമ്പത്ത് കാപ്പി കിടക്കുന്നുണ്ടോ നിങ്ങൾ? ഇത് അത്രയും റക്കുകൾ വന്നിട്ടാണ് അപ്പോൾ എത്ര കാപ്പി നമുക്ക് ഒരു ചെടിമെന്നുണ്ടാവും. അപ്പോൾ ആൾക്കാർ പറയും, നമ്മൾ ഇതൊക്കെ പറയും, ഇവിടെ വന്ന് കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. അങ്ങനത്തെ കാപ്പിയാണ്. ഒരു മതില് പോലെ ഉണ്ട് അല്ലേ? ഇത്രയും ഒരു കാപ്പി ചെടിയിൽ നിന്നാണ് ഇത്രയും നീളത്തിലും ഇങ്ങനെ വന്നിരിക്കുന്നത്. ഈ കാപ്പിയുടെ പ്രത്യേകത കേട്ടോ. ഇത് HRC കാപ്പിയല്ല? HRCയിൽ ഇത് പല ഇനങ്ങളും ഉണ്ട്. നമ്മൾ 22 വെറൈറ്റികളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചെടി കണ്ടോ, കാപ്പി കമ്പിലുള്ള കാപ്പി വരുന്നതാണ്. കാപ്പി നമുക്ക് വലുപ്പമായിട്ടില്ല, അപ്പോൾ കാപ്പി പിടിച്ചു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇലകളുണ്ട് അത്രയും. ഇത് കണ്ടോ, ഇവിടെയും ഇങ്ങനെ തൂങ്ങിയതിൽ വന്നതാ 1 2 3 4 5 6 7. ഇതൊരു അത്ഭുതമാർന്ന ഒരു കാപ്പിയാണ് HRC എന്ന് പറയുന്നത്. ഇതിന്റെ ഇലകൾക്കും പ്രത്യേകത ഉണ്ട്. ചെറിയ ഇലകളായിരിക്കും. പൂവ് ഉണ്ടാവുമ്പോൾ ചെറിയ സൈസ് പൂവായിരിക്കും ഉണ്ടാവുക. ഏകദേശം 70 മണി മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. എങ്ങനെ 70 മണി? ഈ ഒരു മുട്ടിൽ ഇങ്ങനെ ഒരു മുട്ടിൽ 70 മണി മുതലാണ് ഇത് വരുന്നത്. ഇതിന് ഈ കാപ്പിച്ചെടിക്ക് വേറെ പ്രത്യേകിച്ച് വളങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? സാധാ വളം പോലെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതെങ്ങനെ, എത്ര ജൈവവളമാണോ? ഒരു വർഷം നമുക്ക് 4 തവണ ആയിട്ടാണ് വളം കൊടുക്കുന്നത്. അത് ജൈവവളമാണോ അല്ലെങ്കിൽ ജൈവവളം? വളം കൊടുക്കുമ്പോൾ നമ്മൾ എത്ര അടി അകലത്തിലാണ് കൊടുക്കേണ്ടത്? 2 അടി വിട്ടിട്ടാണ് നമ്മൾ വളം കൊടുക്കേണ്ടത്. ഇപ്പൊ ചാണകപ്പൊടി ആയാലും അങ്ങനെ കൊടുക്കേണ്ടത്. ഒരു ചെല്ലിക്കൊമ്പ് വന്നാലും അതിനകത്തുള്ള കാപ്പിയാണ്. അപ്പോൾ ഇത് ഈ കുരുമുളക് കൃഷിക്കാർക്കും ഇത് ഏറ്റവും അടിയിൽ AC മോഡൽ ഈ കാപ്പി ചെയ്യാം, കൃഷി ചെയ്യാം. അതല്ല, ഈ കുരുമുളക് ഉള്ളിടത്ത് എല്ലാ സ്ഥലത്തും കാപ്പിയും കൃഷി ചെയ്യാം. അതിൻ്റെ ഇടയിൽ കൂടെ AC മോഡൽ. അപ്പോൾ ഇത്ര പൊക്കത്തിലായാലും മതി, നമുക്കൊരു 4 അടി പൊക്കത്തിൽ ഈ കാപ്പി ഉണ്ടാക്കാം. ഏത് മോഡൽ 20-22 അടി വരെ കൊണ്ടുവരും ചെയ്യാം, 4 അടിയിൽ നിർത്തും ചെയ്യാം. അല്ല, അത് നമ്മൾ കാപ്പി കൃഷിക്കാർ ഇപ്പോൾ ഞാൻ പറയട്ടെ, ഒരു 1.5 കിൻഡൽ 2 കിൻഡലൊക്കെ ഒരു മരത്തിന് കിട്ടുമ്പോൾ അത് ഇരുന്ന് പറിക്കാനുള്ള സംവിധാനം ചെയ്യില്ലേ? ഇപ്പൊ കുറഞ്ഞ ഏകദേശം ഇത് കണ്ടില്ല, ഇതിന്റെ ഹൈറ്റ് കണ്ടോ? ഇതാ, ഇത് എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാപ്പി കാണോ? അത് കണ്ടോ? നമ്മൾ അതിൻ്റെ വലിപ്പത്തിൻ്റെതാണ് ഓരോ റക്ക വരുന്നത്. വലിപ്പത്തിൻ്റെ ചപ്പാണ് ഇതിൽ കാണുന്നത്, പക്ഷെ ഇത് ഫുള്ള് കാപ്പിയാണ്. കാപ്പി പഴുത്ത് കഴിഞ്ഞാൽ ഇതിന് കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോ പച്ചയും പച്ച അരിമ്പ് പിടിച്ചിട്ടുള്ളൂ. അത് എല്ലാം കൂടി പച്ചയായിട്ട് കാണുന്നില്ല. ഇതാ കാപ്പി, ഇതാ ഇവിടെ കാണിച്ചു. ഇതൊക്കെ കാപ്പിയുണ്ട്. ഇത് വേറെ ടൈപ്പാണ്. നീണ്ട ടൈപ്പ് കാപ്പിക്കുരു. ഇതെന്തിനാ ഇതിന് മുകളിൽ ഇങ്ങനെ കെട്ടിക്കുന്നത്? ഇത് വവ്വാല് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇതിന്റെ കമ്പ ഈ ചെറിയ ചെറിയ പീസുകൾ കടിച്ചു കൊടുക്കും. അപ്പൊ ഇത് വെച്ചാൽ പോകും, ഇത് വരില്ല. വെച്ചാൽ കടിക്കില്ല. കാപ്പീൻ്റെ ഉള്ളിലുള്ള കുരുമുളകാണ്, തിരി വരുന്നേ ഉള്ളൂ. അപ്പോൾ കാപ്പിയും കുരുമുളകും ഒക്കെ ഒരുമിച്ച് നമുക്ക് ചെയ്യാം. കാപ്പി ചപ്പ് മാത്രം നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് കാപ്പി കിടക്കുന്നത്.
ഇനി അതിൻ്റെ ഉള്ളിൽ പോയി കേട്ടോ. ഇവിടെ നമ്മൾ ഏത് റെക്ക വന്നാലും അതിൽ കാപ്പി കഴിച്ചിരിക്കും. ഞങ്ങൾ ഇനി ഇതിൻ്റെ വീഡിയോസ് കാപ്പി പഴുക്കുമ്പോഴാണ് ഇനി വിടുക. ഒരു സ്ഥലം ബാക്കിയില്ല, എല്ലാം ടൈറ്റാണ്, കവാത്ത ഇഷ്ടങ്ങളില്ല. ഗ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് തൈച്ചെടികളിലും ഗ്രാഫ്റ്റ് ചെയ്യാം, അതുപോലെ എത്ര വർഷം പഴക്കമുള്ള കാപ്പി ചെടികളിലും നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അധികം കാപ്പി ഇല്ലാത്ത കാപ്പി ചെടികളിൽ അത്യുൽപാദന ശേഷിയുള്ള കാപ്പി ചെടിയുടെ കമ്പ് ഉപയോഗിച്ച് ഗ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ തോട്ടം 4 ഇരട്ടി വിളവ് ലഭിക്കാൻ വേണ്ടി ഗ്രാഫ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിക്കുക. ഗ്രാഫ്റ്റിങ്ങിൻ്റെ മറ്റൊരു വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. അതുപോലെ വയനാട് ജില്ലയിലെ എല്ലാ സ്ഥലത്തും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ മുകളിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ മുഹമ്മദിലെ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ പുതിയ ഇനങ്ങളാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പുകൾ ഉപയോഗിക്കുന്നത്. അതായത് ഇത് വേറെ എവിടെയും കിട്ടില്ല, അതുകൊണ്ടാണ് ഇത് വീണ്ടും ഞങ്ങൾ പറയുന്നത്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കാം. മറ്റൊരു വീഡിയോയുമായി പെപ്കോ പ്ലാന്റ് വീണ്ടും എത്തുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.